പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ആരാധനയ്ക്കായി സന്നിഹിതരായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും മാതാപിതാക്കന്മാർക്കും കുഞ്ഞുങ്ങൾക്കും വിശേഷാൽ കർത്താവിൻ്റെ വിലയേറിയ ദാസൻ സാജൻ പാസ്റ്റർക്കും കുടുംബത്തിനും വേഗം വരുന്ന കർത്താവിൻ്റെ നാമത്തിന് നിമിത്തമായ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ ദൈവസഭയോടൊരുമിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലും ഇന്ന് പകൽക്കാലവും ദൈവത്തിന് സ്തോത്രം ആയിരിപ്പാൻ്റെ കൊണ്ണം കർത്താവ് ഒരുക്കിയ നല്ല സന്ദർഭത്തിനും സാവകാശത്തിനുമായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയ ആജീഷ് ബ്രദറിനോടും കുടുംബത്തോടും ഒരുമിച്ച് ദീർഘവർഷങ്ങൾക്ക് ശേഷം കർത്താവിനെ ആരാധിപ്പാൻ്റെ അവസരം ഈ സഭയിൽ ദൈവം നൽകി തന്നു. കർത്താവിൻ്റെ പ്രിയ മകനെ കഴിഞ്ഞ ഏറിയ വർഷങ്ങളായി ഞങ്ങൾ തമ്മിൽ പരിചിതരാണ്. വളരെ സിൻസിയറായി കർത്താവിനെ സേവിക്കുന്ന വാത്സല്യ സഹോദരനെയും കുടുംബത്തെ ഓർത്തും ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും ഇന്ന് പകൽക്കാലം ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ സാക്ഷ്യത്തിൻ്റെ ചുരുങ്ങിയ ചില വാക്കുകൾ ഓർപ്പിച്ച് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ദൈവകൃപയിലേക്ക് കടന്നു വന്നത് 1986 ഞാൻ വിശ്വാസത്തിലേക്ക് വന്നത് ഒരു വലിയ കൺവെൻഷനിലൊന്നും വെച്ചൊന്നുമല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഞാനൊരു മർത്തോമ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ പിതാവും മാതാവും 4 മക്കളും അടങ്ങുന്ന ഭവനത്തിലെ മൂത്ത മകനായിരുന്നു ഞാൻ. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു മർത്തോമ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിലും കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങളുടെ ചെറുപ്രായം മുതൽ ഞങ്ങൾ കണ്ടു വളർന്നൊരു കാര്യമുണ്ട്. വളരെ ദൈവസന്നിധിയിൽ രാത്രിയുടെ യാമങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിനെ കണ്ടുകൊണ്ടാണ്, ആ മാതാവിനാലാണ് ഞങ്ങൾ വളർത്തപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ എല്ലാ ദിവസവും പ്രഭാതത്തിലും വൈകുന്നേരവും ഞങ്ങളെല്ലാവരെയും കൊണ്ടും പ്രാർത്ഥിപ്പിച്ച് വേദപുസ്തകം വായിച്ച് പാട്ടുപാടി പ്രാർത്ഥിക്കാതെ ഒരു ദിവസം പോലും ഞങ്ങളെ ഉറക്കിയിട്ടില്ല. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നതെങ്കിലും യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടത് എൻ്റെ 15-ാമത്തെ വയസ്സിലാണ്. ഞാനൊരു ദിവസം സ്കൂൾ വിട്ട് വൈകുന്നേരം വീട്ടിൽ നിന്ന് ട്യൂഷന് പോകുന്നൊരു പതിവുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകുന്ന വഴിക്ക് വഴിമധ്യത്തിൽ വെച്ചൊരു ദൈവദാസൻ എന്നെ കണ്ടുമുട്ടി. അദ്ദേഹം എനിക്ക് അഭിമുഖമായിട്ട് വന്നു. പെട്ടെന്ന് അദ്ദേഹം എന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്നോട് ചോദിച്ചു, എന്തുവാണ് പേര്? ഞാൻ എൻ്റെ പേര് പറഞ്ഞു. അടുത്ത് വേറെ ഒരു ഇൻട്രൊഡക്ഷനും കൂടാതെ അദ്ദേഹം എന്നോട് ചോദിച്ച അടുത്ത ചോദ്യം, നീ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചു. എനിക്ക് ആ ചോദ്യത്തിന് മുമ്പിൽ കൃത്യമായൊരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. ഉടനെ അദ്ദേഹം ആ വഴിമധ്യത്തിൽ എന്നെ നിർത്തി ഏതാണ്ട് ഒരു 30-40 മിനിറ്റ് സിമ്പിൾ ഗോസ്പൽ എന്നോട് പറഞ്ഞു. കർത്താവായ യേശു എന്തിനാണ് ഈ ലോകത്തിൽ വന്നത്? യേശു എന്തിനാണ് മരിച്ചത്? നിത്യജീവൻ പ്രാപിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? എന്നിത്യാദി കാര്യങ്ങൾ വളരെ ലളിതമായി എന്നോട് പറഞ്ഞു. ദൈവമക്കളെ, അങ്ങനെ ആ വഴിമധ്യത്തിൽ അദ്ദേഹം പറഞ്ഞ സുവിശേഷത്തിൻ്റെ വാക്കുകളുടെ മുൻപിൽ തകർന്ന ഹൃദയത്തോടെ അനുതാപത്തോടെ ഞാൻ എൻ്റെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. വളരെ സന്തോഷത്തോടെയാണ് ഞാനത് കഴിഞ്ഞ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോയത്. അദ്ദേഹം എൻ്റെ വീടിൻ്റെ ലൊക്കേഷനൊക്കെ ചോദിച്ച് അവിടുന്ന് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു. അതിനുശേഷം എല്ലാ ആഴ്ചയിലും എൻ്റെ വീട്ടിലൊരു പതിവ് സന്ദർശകനായി മാറി. അദ്ദേഹം എല്ലാ ആഴ്ചയിലും ഞങ്ങളെ വീട്ടിൽ വന്ന് എൻ്റെ മാതാവിനെയും ഞങ്ങളെല്ലാവരെയും പിടിച്ചിരുത്തി ദൈവത്തിനെ ഞങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മാതാവും കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. അതിനുശേഷം രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണം എന്നുള്ള തിരുവചന സത്യങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു. ഉടനെ സ്നാനപ്പെടണമെന്നുള്ള താല്പര്യം ഞങ്ങൾക്കുണ്ടായി. ഞങ്ങൾ അതിനുവേണ്ടി സമർപ്പിച്ചു. പക്ഷേ അത് ഞങ്ങളുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയാണ്. കാരണം എൻ്റെ പിതാവ് ദേശത്ത് അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനും അപ്പോൾ തന്നെ ഒരു തികഞ്ഞ മദ്യപാനിയുമാണ്. എൻ്റെ പിതാവ് അറിയാതെ വേണം ഈ സ്നാനം നടത്തുവാൻ. അങ്ങനെ എൻ്റെ പിതാവ് അറിയാതെ സ്നാനപ്പെടാൻ തീരുമാനിച്ച് ഞാനും എൻ്റെ മാതാവും കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ചു. എൻ്റെ പിതാവ് അറിഞ്ഞില്ല. പക്ഷേ അടുത്തൊരു അതിനേക്കാൾ വലിയൊരു ചലഞ്ചാണ് ഞങ്ങളുടെ മുമ്പിൽ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷം ഇനിയും പള്ളിയിലോട്ട് തിരിച്ചു പോകാനൊട്ടൊക്കത്തില്ല. വേർപെട്ട ദൈവത്തെ ആരാധിക്കണം. അതിനേക്കാൾ ഒരു വലിയ ചലഞ്ചാണ്. ഞങ്ങൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ പിതാവിനെ കബളിപ്പിച്ചു എന്ന് വേണം പറയാൻ. എൻ്റെ അപ്പന് ഒരു മദ്യപാനിയാണ്. ആയുസ്സിലൊരിക്കലും അദ്ദേഹം പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിനൊരു നിർബന്ധമാണ്, ഞങ്ങളെല്ലാവരും എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകണം, സൺഡേ സ്കൂളും പഠിക്കണം. അതുകൊണ്ട് ഞങ്ങൾ ചിന്തിച്ചു, ഒരു ബുദ്ധി ഞങ്ങൾ പ്രയോഗിച്ചു. എന്നും പള്ളിയിൽ പോകുന്ന സമയമാകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് ഈ ദൈവദാസൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ പോയി ദൈവത്തെ ആരാധിക്കും. എന്നിട്ട് അല്പം നേരത്തെ അവിടുന്ന് എഴുന്നേറ്റ് പള്ളി പിരിയുന്ന സമയം നോക്കി വീട്ടിൽ വരും. ഇങ്ങനെ 1.5 വർഷം എൻ്റെ പിതാവിനെ കബളിപ്പിച്ചെന്ന് വേണം പറയാൻ. പക്ഷെ 1.5 വർഷം കഴിഞ്ഞ് എൻ്റെ അപ്പൻ ഇതറിയാൻ ഒരു സാഹചര്യം ഉണ്ടായി. ഞങ്ങളുടെ ദേശത്തൊരു വലിയ കൺവെൻഷൻ നടക്കുകയാണ്. 10,000-3000 ആളുകൾ കൂടുന്ന ഒരു വലിയ കൺവെൻഷനാണ്. ഈ വരുന്ന കൺവെൻഷനിൽ
എൻ്റെ പാസ്റ്റർ, എന്നെ രക്ഷയിലേക്ക് നയിച്ച പാസ്റ്റർ പറഞ്ഞു, വരാൻ പോകുന്ന കൺവെൻഷനിൽ ബിജു 10 മിനിറ്റ് കർത്താവ് രക്ഷിച്ച വിധത്തെക്കുറിച്ച് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ആവേശമായി. ഞാനങ്ങനെ സാക്ഷ്യം പറയാമെന്ന് സമ്മതിച്ചു. കൺവെൻഷൻ ദിവസങ്ങൾ അടുത്ത് വന്നപ്പം എങ്ങനെയോ എൻ്റെ പിതാവ് മണത്തറിഞ്ഞു, ഇവിടെ നടക്കാൻ പോകുന്ന പെന്തക്കോസുകാരുടെ യോഗത്തിന് എൻ്റെ മകൻ സാക്ഷ്യം പറയുക. അദ്ദേഹത്തിന് ഒന്നും പിടികിട്ടിയില്ല. അദ്ദേഹം തൻ്റെ 2-3 കൂട്ടുകാരോട് പറഞ്ഞു, ഈ പെന്തക്കോസുകാരുടെ യോഗത്തിന് എൻ്റെ മോൻ സാക്ഷ്യം പറയുന്നതെന്ന് കേൾക്കുന്നു, എനിക്കൊന്നും പിടികിട്ടുന്നില്ല, നിങ്ങളൂടെ ഒന്ന് കേട്ട് കളയാമെന്ന് പറഞ്ഞു. കൺവെൻഷൻ ഒരു പൊതുമൈതാനത്ത് വെച്ചാണ് നടക്കുന്നത്. അദ്ദേഹം അല്പം മാറി ഒരു ഇരുട്ടത്തൊരു മരത്തിൻ്റെ ചുവട്ടിൽ എൻ്റെ സാക്ഷ്യം കേൾക്കാൻ നിൽക്കുകയാണ്. ഞാൻ ഒരു പാട്ടുമൊക്കെ പാടി സാക്ഷ്യം പറയാൻ എഴുന്നേറ്റ് നിന്നു. സാക്ഷ്യമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒടുവിൽ ഇങ്ങനെ ഒരു വാചകം പറഞ്ഞു, എൻ്റെ അപ്പനെ ഈ ദേശത്ത് എല്ലാവർക്കും അറിയാം, എൻ്റെ അപ്പൻ തികഞ്ഞ ഒരു മദ്യപാനിയാണ്, നിങ്ങൾ എൻ്റെ അപ്പൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങ് ദൂരെ നിന്ന എൻ്റെ അപ്പൻ്റെ ഹൃദയത്തിലേക്ക് നെഞ്ചത്തോട്ടാണ് ഈ വാക്കുകൾ ഇടിച്ചു കയറിയത്. അങ്ങനെ യോഗം കഴിഞ്ഞ് ഒരു 2 കിലോമീറ്റർ നടന്നു വേണം പോകാൻ. പോകുന്ന വഴിക്ക് എന്നെ വിശ്വാസത്തിൽ കൈത്താങ്ങി കുറച്ച് ആൻറ്റിമാരും അമ്മച്ചിമാരും ഒക്കെ ഉണ്ട്. അതിലൊരു അമ്മച്ചി പറഞ്ഞു, മോനെ, നീ ഇന്ന് സാക്ഷ്യമൊക്കെ വളരെ നന്നായി പറഞ്ഞെങ്കിലും ഒരബദ്ധം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ അപ്പൻ മദ്യപാനിയാണെന്ന് ദേശം മുഴുവൻ കേൾക്കുകയാണ് നീ വിളിച്ച് പറഞ്ഞ്. ഒരു മദ്യപാനിക്കും അവരെ മദ്യപാനി എന്ന് പൊതുവെ വിളിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് നീ പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ 10 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെന്നു. 10:30 ആയപ്പോൾ എൻ്റെ പിതാവ് പതിവ് പോലെ മദ്യപിച്ച് വന്നു. ഈ അമ്മച്ചി പറഞ്ഞ വാക്കുകൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അറം പറ്റിയെന്ന് വേണം പറയാൻ. എൻ്റെ പിതാവ് വന്നൊരു കസേര ഇട്ടതിന് ശേഷം എന്നെ മുന്നോട്ട് വിളിച്ചു. ബിജു ഇങ്ങ് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു. നീ ഇന്ന് പെന്തിക്കോസ്തുകാരുടെ യോഗത്തിന് സാക്ഷ്യം വല്ലതും പറഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു. ശരി, ആ സാക്ഷ്യം ഒന്ന് പറഞ്ഞ് ഞാനൊന്ന് കേൾക്കട്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്നുകൊണ്ട് വീണ്ടും ആ സാക്ഷ്യം പറയേണ്ടി വന്നു. പക്ഷെ ഒരു വാചകം ഞാൻ മറച്ചു വെച്ചു. അമ്മച്ചി പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഓർമ്മ വന്നേ, എൻ്റെ അപ്പൻ മദ്യപാനിയാണ്, എൻ്റെ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ ചോദിച്ചു, നീ ഇത്രേ പറഞ്ഞുള്ളൂ എന്ന് ചോദിച്ചു. ഉടനെ എനിക്ക് മനസ്സിലായി ഈ ഒരു സെൻറ്റൻസ് കിട്ടാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പൻ മദ്യപാനിയാണ്, എൻ്റെ അപ്പൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്രയും പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളൂ. അദ്ദേഹം ഒരു വലിയ കാഞ്ഞിരത്തിൻ്റെ കമ്പൊക്കെ വെട്ടി റെഡിയാക്കിയാണ് വന്നത്. അത് ഈ പീസാകുന്നത് വരെ ദൈവമക്കളെ എൻ്റെ ശരീരം മുഴുവൻ മർദ്ദിച്ചു. എന്നിട്ട് വാതിൽ തുറന്ന് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അതൊരു തുടക്കം മാത്രമായിരുന്നു. അതിനുശേഷം എൻ്റെ അപ്പൻ ഇന്നും മദ്യപിച്ച് വന്ന് എന്നെ എൻ്റെ മാതാവിനെയും മർദ്ദിക്കാവുന്നതിൻ്റെ പരമാവധി മർദ്ദിച്ച് എൻ്റെ 17-18 വയസ്സിൽ ഞാൻ വീട്ടിനകത്ത് കിടന്നുറങ്ങിയതിനേക്കാൾ വീടിന് വെളിയിൽ മുറ്റത്തും പ്ലാവിൻ്റെ ചുവട്ടിലും മാവിൻ്റെ ചുവട്ടിലും ഒക്കെ ഇരുന്ന് നേരം വെളുപ്പിച്ച രാത്രികളാണ് എൻ്റെ ജീവിതത്തിൽ കൂടുതലുള്ളത്. കർത്താവിന് സ്തോത്രം. ഞാൻ ഓർക്കാറുണ്ട്, ലോകത്തിൽ എൻ്റെ ശരീരത്തിൽ ഞാൻ ഏറ്റതുപോലെയുള്ളൊരു മർദ്ദനം വിശ്വാസത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി ലോകത്തിലൊരു കുറ്റവാളി ഏറ്റ് കാണത്തില്ല. അത്രയും അധികം എൻ്റെ പിതാവിൽ നിന്ന് മർദ്ദനം ഏൽക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ ഇതൊന്നും വിശ്വാസത്തിൽ ഞങ്ങളെ തളർത്തിക്കളഞ്ഞില്ല. സ്തോത്രം. കാരണം എൻ്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു, അടികൊണ്ട് മരിക്കേണ്ടി വന്നാലും കർത്താവിന് വേണ്ടി മുന്നോട്ട് വെച്ച കാല് പുറകോട്ട് വെക്കരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞങ്ങളെ നിലനിർത്തിയത് 2 കാര്യങ്ങൾ. ഒന്ന്, കർത്താവാണ് ഞങ്ങളെ നിലനിർത്തിയത്. രണ്ടാമത്, ഞങ്ങൾ നിലനിൽക്കാനുള്ള കാരണം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൈത്താങ്ങുന്നൊരു സഭ ഞങ്ങളുടെ പുറകിലുണ്ടായിരുന്നു. ദൈവമക്കൾ ഞങ്ങളുടെ പുറകിലുണ്ടായിരുന്നു. എൻ്റെ അപ്പൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. അനേക അവസരങ്ങൾ അദ്ദേഹത്തിന് ദൈവം ഒരുക്കി കൊടുത്തു. പക്ഷേ ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കുന്ന പോലെ അദ്ദേഹം ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരുന്നു. ദൈവമക്കളെ, ഞാൻ ചുരുക്കി അങ്ങ് പറയട്ടെ. ഏകദേശം 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ തൻ്റെ 42-ാമത്തെ വയസ്സിൽ പെട്ടെന്ന് ഈ ലോകം വിട്ട് യാത്ര പറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് അന്ന് 38 വയസ്സ് പ്രായം. ഞാൻ മൂത്ത മകനാണ്. എനിക്ക് നേരെയുള്ളൊരു സഹോദരനും 2 സഹോദരിമാരും. ജീവിതം ഒന്നുകൂടെ ഞങ്ങളുടെ മുമ്പിൽ വെല്ലുവിളിയായി. കാര്യം, അന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ബന്ധക്കോസലില്ല. ഞങ്ങൾ വിശ്വാസത്തിൽ വന്നതിന് കുടുംബം മുഴുവൻ ഞങ്ങൾക്കെതിരാണ്. എൻ്റെ പിതാവ് ഈ ലോകം വിട്ട് യാത്ര പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഞാൻ പറയട്ടെ ദൈവമക്കളെ, അവിടെയെല്ലാം ഞങ്ങളുടെ മുൻപിൽ വെല്ലുവിളിയാണ്. ഞങ്ങൾ എങ്ങനെ ജീവിക്കും? സാമ്പത്തികമായി തകർന്ന അവസ്ഥയാണ്. പക്ഷെ കർത്താവ് ഞങ്ങളെ കൈവിട്ടില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവമക്കളെ, നമ്മൾ കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വെച്ചാൽ നമുക്ക് വേണ്ടി കർത്താവ് 2 സ്റ്റെപ്പ് വയ്ക്കുന്നവനാണ്. വിശ്വസിക്കുന്ന ദൈവമക്കളെ കര ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ടെ. വിശ്വാസ ജീവിതം എന്താണെന്ന്, പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് തിസീസ് പഠിച്ചെഴുതിയതല്ല, ജീവിതത്തിൽ അനുഭവിക്കാനുള്ള ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് നൽകി. സ്തോത്രം. എൻ്റെ അമ്മ ഞങ്ങളെ പഠിപ്പിച്ച പല പോളിസികളിൽ ഒരു പോളിസിയാണ്,
ലോകത്തിൽ ഒരു മനുഷ്യനോടും നമ്മുടെ ആവശ്യങ്ങൾ പറയരുത്. എന്ത് കാര്യമുണ്ടെങ്കിലും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് മേടിച്ചോണം. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായി അനേക കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിച്ചു. എനിക്ക് ധൈര്യമായി പറയാം. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് ആദ്യം യെരുശലേമിലും പിന്നെ യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാൻ കഴിയും, എൻ്റെ ജീവിതത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ അന്ന് എൻ്റെ ദേശത്തുണ്ടായിരുന്ന ഓരോ ഭവനങ്ങളും അടയാളമിട്ട് കയറി എനിക്ക് അറിയാവുന്ന ഭാഷയിൽ കർത്താവിനെക്കുറിച്ച് പറയാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഞാനൊരു ജീവിതം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ദൈവമക്കളെ, എൻ്റെ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഭവനത്തിലെ മൂത്ത മകൻ എന്നുള്ള നിലയിൽ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം എന്നിൽ നിക്ഷിപ്തമാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വരാൻ നോക്കിയിരിക്കുകയാണ്. അന്ന് ഓർത്തഡോക്സുകാരനായ എൻ്റെ ഒരു അമ്മാച്ചൻ മസ്കറ്റിൽ ഒരു ചെറിയ ബിസിനസ് ചെയ്യുകയാണ്. ഞങ്ങൾ വിശ്വാസത്തിൽ വന്നതിൽ അദ്ദേഹത്തിന് ഒട്ടും സന്തോഷമല്ലെങ്കിലും അല്പമൊക്കെ ഞങ്ങളെ ഇടയ്ക്ക് കൈത്താങ്ങിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം എന്നെ അവിടെ കൊണ്ടുപോയി ഒരു ജോലി വാങ്ങിച്ചു തരാൻ റെഡി ആയിരിക്കുന്ന സമയത്താണ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ അമ്മയും കൂടെ എൻ്റെ അമ്മാച്ചന് കത്ത് എഴുതി, ഇല്ല, ഒരു ആയുസ് മുൻപിലുണ്ടെങ്കിൽ ഞാൻ സുവിശേഷ വേലയല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവമക്കളെ, ഈ എഴുത്ത് ചെന്നപ്പോൾ അന്ന് വരെ അല്പം കൈത്താങ്ങി എൻ്റെ അമ്മാച്ചൻ ആ കരം അങ്ങ് പിൻവലിച്ചു. പക്ഷെ ഞാൻ പറയാം, അതിൻ്റെ നടുവിലും കർത്താവ് ഞങ്ങളെ കൈവിട്ടില്ല. കർത്താവിന് സ്തോത്രം. ഞാനങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിച്ച് ഒരു അപ്പൻ്റെ ഉത്തരവാദിത്വം എന്നെ നിലനിൽക്കി ഒരു ജോലിക്ക് പോകാതെ ദൈവവചനം എടുത്തു പോയതുകൊണ്ട് ഒരു ദിവസം പോലും എൻ്റെ കുടുംബം പട്ടിണി കിടക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയില്ല. ഞാനിപ്പോഴും ഓർക്കും ദൈവമക്കളെ, എൻ്റെ വീട് ഏകദേശം ഒരു വീടിൻ്റെ ഒരു വശം ഇടിഞ്ഞ് വീഴാറാകുക ഒരവസ്ഥയാണ്. അടുത്ത മഴക്കാലം വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീട് 100% ഇടിഞ്ഞ് വീഴുമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ആരോടും ഞങ്ങളുടെ വിഷയം പറയത്തില്ല, പ്രാർത്ഥിക്കുകയാണ് ഞാനും എൻ്റെ മാതാവും എൻ്റെ സഹോദരങ്ങളും. ഞാനന്ന് ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് കടന്നുപോയി. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും കൺസേണായ ഒരു വിഷയമാണ് ഞങ്ങളുടെ വീടിൻ്റെ മെയിൻ്റനൻസ്. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ദൈവമക്കളെ, ഞാൻ കോളേജ് കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന സമയത്ത് അന്ന് IPC ഹെബ്രോനിൽ പാസ്റ്ററായിരുന്ന പാസ്റ്റർ M.O. ശാമുവേൽ ഞങ്ങളുടെ അധ്യാപകനും കൂടിയാണ്. അദ്ദേഹം എന്നെ വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ പാഴ്സണേജിലേക്ക് വിളിച്ചു. ബിജു ഇങ്ങ് വരാൻ പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു. എന്നിട്ട് അകത്ത് പോയി ഒരു കവർ എടുത്ത് എൻ്റെ കൈ കൊണ്ട് തന്നേച്ച് അദ്ദേഹം പറഞ്ഞ വാചകം ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞ ഇതാണ്, ബിജു, അബുദാബിയിൽ നിന്ന് ഒരു കാക്ക കൊണ്ടുവന്ന കവറാണ്. ഈ കവർ എൻ്റെ കൈ തന്നിട്ട് അദ്ദേഹം അതിൻ്റെ പുറകിലെ ഹിസ്റ്ററി പറയുകയാണ്. സ്തോത്രം. അബുദാബിയിൽ ജോലി ചെയ്യുന്ന ഒരു OC ബേവിച്ചായനും ഒരു ആൻറ്റിയും ഉണ്ട്. ഈ അമ്മാമ ഒത്തിരി പ്രാർത്ഥിക്കുകയും ദർശനം കാണുകയും ചെയ്യുന്ന ഒരു അമ്മാമയാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അമ്മാമ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ദർശനം, കുമ്പനാട് ഹെബ്രോൻ ബൈബിൾ കോളേജിൽ ബിജു ഐസക് എന്നൊരു വിദ്യാർത്ഥി പഠിക്കുന്നു. വളരെ സാമ്പത്തികമായ പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ ദർശനം കണ്ടപ്പം പെട്ടെന്ന് തൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട്, അന്ന് പാസ്റ്റർ M.O. ശാമുവേലിനെ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ, അവിടെ ഫോൺ വിളിച്ച് ചോദിച്ചു, ഇങ്ങനൊരു വിദ്യാർത്ഥി ഇവിടെ പഠിക്കുന്നുണ്ടോ, ദർശനം ശരിയാണോ എന്നറിയണമല്ലോ. ഉടനെ പാസ്റ്റർ M.O. ശാമുവേൽ പറഞ്ഞു, എൻ്റെ കൂടെ വിദ്യാർത്ഥിയാണ്, ഇവിടെ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്കിങ്ങനെ ഒരു ദർശനം തന്നു. ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാൻ ഒരു ഗിഫ്റ്റ് അയക്കുകയാണ്, ദയവ് ചെയ്ത് ഇത് അദ്ദേഹത്തിനൊന്ന് കൈമാറണമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ആ കവർ എൻ്റെ കൈ തന്നത്. ജീവിതകാലത്ത് ഞാൻ ഈ OC ബേവിച്ചാനി അമ്മാമയും കണ്ടിട്ടില്ല. എന്നെ ജീവിതകാലത്ത് അവർക്ക് അറിയത്തുമില്ല. ദൈവമക്കളെ, ആ കവർ തുറന്നു നോക്കിയപ്പോൾ അന്നത്തെ സമയത്ത് 10,000 രൂപയാണ് അതിനകത്തുള്ളത്. എൻ്റെ വീടിൻ്റെ മെയിൻ്റനൻസ് നടത്തിക്കഴിഞ്ഞ് ബാക്കി തുക അതിനകത്തുണ്ട്. ദൈവം ആരാ? അബുദാബിയിൽ നിന്നൊരു കാക്ക വന്നെന്ന്. ഇന്ന് പകൽ ദൈവമക്കളെ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്നും കാക്ക വരും കേട്ടോ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കർത്താവിൻ്റെ കരത്തിൻ്റെ വല്ലഭത്തെ ഇന്നും വ്യാപരിക്കുമെന്ന്. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ വിശ്വാസ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. നമ്മുടെ കർത്താവ് ആർക്കും കടക്കാരനായിരിക്കുന്ന ദൈവമല്ല. എൻ്റെ കർത്താവ് വിശ്വസ്തൻ. എൻ്റെ സാക്ഷി ഇവിടെ ചുരുക്കുക, സമയക്കുറവുണ്ട്. കഴിഞ്ഞ 29 വർഷമായി കുടുംബമായി കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. ഭാര്യയും 3 മക്കളും എനിക്കുണ്ട്. ഞങ്ങളെ കുടുംബമായി കർണാടകയിൽ താമസിച്ച് കർത്തൃവേലയിലായിരിക്കുന്നു. അല്പസമയത്തെ വേദവിചിന്തന ആധാരമായി വേഗത്തിലൊരു വാക്യം വായിക്കാം. യോനായുടെ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ജോന ചാപ്റ്റർ 4 വേഴ്സ് നമ്പർ 11. പെട്ടെന്ന് വായിക്കാം. somebody can read in English or മലയാളം. യോന 4-ന്റെ 11-ാമത്തെ വാക്യം.
ആ, മഹാനഗരമായ, എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ പാപം തോന്നരുതോ എന്ന് യഹോവ യോനയോട് ചോദിച്ചു. നമ്മൾ വായിച്ച വാക്യം ഒരു ചോദ്യമാണ്. വേദപുസ്തകത്തിൽ 2 പുസ്തകമാണ് ചോദ്യങ്ങളോടെ അവസാനിക്കുന്ന പുസ്തകം. അതിലൊന്ന് നമ്മൾ ഈ വായിച്ച ഭാഗവും, മറ്റൊന്ന് നഹൂം പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യമാണ്. വായിക്കേണ്ട, അതും ചോദ്യത്തോടെ അവസാനിക്കുക. ദൈവം യോനായോട് ചോദിച്ചൊരു ചോദ്യം, യോനായെ, തെറ്റും ശരിയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാൻ മനുഷ്യരുള്ള മൃഗങ്ങളുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ പാപം തോന്നരുതോ? വേദപുസ്തകത്തിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പുസ്തകമാണ് യോനായുടെ പുസ്തകം. 4 അധ്യായമേ ഉള്ളൂ. വേദശാസ്ത്രികൾ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുന്നത് പഴയ നിയമത്തിലെ പുതിയ നിയമം എന്നാണ്, ദ ന്യൂ ടെസ്റ്റമെൻറ്റ് ഇൻ ദ ഓൾഡ് ടെസ്റ്റമെൻറ്റ്. എന്താ ഇങ്ങനെ പറയാൻ കാരണമെന്നറിയാമോ? ഇതിലെ സന്ദേശമാണ്, ഇതിലെ വിഷയമാണ് വേദശാസ്ത്രികൾ അങ്ങനെ വിളിക്കാൻ കാരണം. എന്താ യോനായുടെ പുസ്തകത്തിലെ സന്ദേശം എന്നറിയാമോ? മാനസാന്തരം എന്നുള്ളതാണ്. ഇതൊരു പുതിയ നിയമ സന്ദേശമാണ്. കർത്താവ് മരുഭൂമിയിൽ പ്രസംഗിച്ചത് മാനസാന്തരമാണ്. കർത്താവിന് വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ മരുഭൂമിയിൽ പ്രസംഗിച്ചത് മാനസാന്തരമാണ്. കർത്താവ് അപ്പോസ്തലന്മാർക്ക് ലോകം മുഴുവൻ പോയി പ്രസംഗിക്കാൻ പറഞ്ഞു കൊടുത്തുവിട്ട ഗ്രേറ്റ് കമ്മീഷൻ മാനസാന്തരമാണ്. ദൈവസഭയിൽ 1-ാമത്തെ പ്രസംഗം ചെയ്ത പത്രോസ് പ്രസംഗിച്ചത് മാനസാന്തരമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അങ്ങനെ നോക്കിയാണ് പുതിയ നിയമം മാനസാന്തരമാണ് പുതിയ നിയമത്തിലെ സന്ദേശം. ഞാൻ ഒന്നുകൂടെ കടത്തി പറയാം, പുതിയ നിയമത്തിലെ മാത്രമല്ല, വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിലെയും വിഷയം മാനസാന്തരമാണ്. തിയോളജിക്കൽ ഭാഷയിൽ ദ റിഡംഷൻ ഓഫ് മാൻകൈൻഡ് എന്നൊക്കെ നമുക്ക് പറയാം, പക്ഷേ ലളിതമായി പറഞ്ഞ ഇത്രയേ ഉള്ളൂ, മാനസാന്തരം. ഇന്ന് ഈ സഭായോഗത്തിന് നമ്മൾ എന്തിനാ വന്നെന്നറിയാമോ? മാനസാന്തരപ്പെടാനാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ മാനസാന്തരം എന്നുള്ളത് കർത്താവ് വരുന്നത് വരെ നടക്കുന്ന ഒരു പ്രക്രിയ. നമ്മൾ വേണേ പറയും നമ്മളൊക്കെ എന്നേ മാനസാന്തരപ്പെട്ടതാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ടെന്നുള്ളത് ശരിയാ, പക്ഷെ മാനസാന്തരം ദിവസവും നടക്കുന്ന പ്രോസസ്സാണ്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി റോമിലുള്ള വിശുദ്ധന്മാരോടാ പറഞ്ഞത് മാനസാന്തരം. അപ്പം ഞാൻ പറഞ്ഞത് യോനയുടെ പുസ്തകത്തിലെ വിഷയം മാനസാന്തരമാണ്. ഈ യോന ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ഓടി വരുന്നൊരു ചിത്രമുണ്ട് യോനയെ പറ്റി. യോന ആരാണ്? അനുസരണം കെട്ടവൻ. അനുസരണക്കേട് കാണിച്ചോ എന്ന് ചോദിച്ചാൽ കാണിച്ചു, സത്യമാണ്, യോന അനുസരണക്കേട് കാണിച്ചു. പക്ഷെ ഞാൻ പറയാറുണ്ട്, യോന അനുഗ്രഹിക്കപ്പെട്ടൊരു കഥാപാത്രമാണ്. എത്ര വലിയ നല്ലൊരു ക്യാരക്ടറാണെന്നറിയാമോ? കാരണം എന്താണെന്നറിയാമോ? യോനായ്ക്ക് ദൈവത്തെക്കുറിച്ച് ലഭിച്ച വെളിപ്പാടാണ് യോന അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് ഞാൻ പറയാൻ കാരണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, യോന അനുസരണം കെട്ടവൻ എന്നൊക്കെ നമ്മൾ വിധിക്കുമ്പം നമ്മളെ ഒന്ന് നോക്കിയാൽ മതി. നമ്മൾ ആരാന്ന് യഥാർത്ഥമായി അറിയണമെങ്കിൽ നമ്മൾ നമ്മളെ നോക്കണം. എനിക്ക് പോലും അറിയാത്ത എത്ര കാര്യങ്ങൾ, എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ എനിക്കറിയാം, അത് ദൈവത്തിനും അറിയാം. യഥാർത്ഥമായി നമ്മളൊന്ന് നോക്കിയ ദൈവമക്കളെ, നമ്മളാരും അത്ര നല്ല പുള്ളികളൊന്നുമല്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നമ്മളിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനെ ഇങ്ങനെ പറയുന്നു, നമ്മളെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി. എന്തുകൊണ്ടാണ് പലപ്പോഴും മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണാൻ കഴിയാത്തത്? നമുക്കെപ്പോഴും മറ്റുള്ളവരെ വിധിക്കാനും വിമർശിക്കാനും അവരിലെ കുറവുകൾ കാണാനുമാണ് എപ്പോഴും ഇഷ്ടം. കാരണം നമ്മൾ യഥാർത്ഥമായി ഇതുവരെ നമ്മളെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന അബ്ദുൽ കലാം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ദ പീസ ഓൾവേസ് കൺഫ്യൂസസ് മീ എന്ന് പറഞ്ഞു. പീസ ഇല്ലേ കഴിക്കുന്നത്, എപ്പോഴും എന്നെ കൺഫ്യൂസ് ആക്കുമെന്ന് അബ്ദുൽ കലാം പറഞ്ഞതാ. എന്നാ കാര്യം എന്നറിയാമോ? ഇതിൻ്റെ ഷേപ്പാണ്. ഒരു പീസ ഓർഡർ ചെയ്താൽ ഇത് വരുന്നത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഒരു സ്ക്വയർ ബോക്സിനകത്താണ്. അത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പം വീണ്ടും ഷേപ്പ് മാറി, ഇപ്പം റൗണ്ട് ഷേപ്പാണ്. അത് കഴിഞ്ഞ് തിന്നാൻ തുടങ്ങിയപ്പം വീണ്ടും ഷേപ്പ് മാറി, ഇപ്പം ട്രയാങ്കിളാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ പീസ ഓൾവേസ് കൺഫ്യൂസസ് മീ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഇതുപോലെ ചില മനുഷ്യരെ അടുക്കും തോറും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. യഥാർത്ഥമായൊരു മനുഷ്യനെ അറിയണമെങ്കിൽ അവനെ യഥാർത്ഥമായിട്ട് അടുക്കണം. എനിക്കിവിടെ നിന്ന് ആരുമായിട്ട് പ്രിറ്റൻഡ് ചെയ്ത് കാണിക്കാം, പക്ഷേ എന്നെ യഥാർത്ഥമായി അറിയുന്ന ദൈവത്തിന് മുമ്പിൽ എനിക്കൊന്നും മറയ്ക്കാൻ കഴിയത്തില്ല. വിശ്വസിക്കും ദൈവമക്കളുടെ സ്തോത്രം പറഞ്ഞേ.
ദൈവമക്കളെ, യഥാർത്ഥ മാനസാന്തരം എണ്ണി നടക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാട്ടിൽ വി.എ. തോമസ് എന്നൊരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഈ മാനസാന്തരപ്പെട്ടവർ മാനസാന്തരപ്പെടാത്തത് കൊണ്ടാണ് മാനസാന്തരപ്പെടാനുള്ളവർ മാനസാന്തരപ്പെടാത്തത്. മനസ്സിലായോ? മാനസാന്തരപ്പെട്ടവർ മാനസാന്തരപ്പെടാത്തത് കൊണ്ടാണ് മാനസാന്തരപ്പെടാനുള്ളവർ മാനസാന്തരപ്പെടാത്തത്. ഈ ജോനാഥാൻ എഡ്വേർഡിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രഭാഷണ വേദികളിൽ അനേകര് അലറിക്കരഞ്ഞ് അനുദപിച്ച് മാനസാന്തരപ്പെടുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ളത് 10,000 സ്റ്റേജുകളിൽ അദ്ദേഹം പ്രസംഗിച്ചത് ഒറ്റ വിഷയമാണ്, മാനസാന്തരം. നമുക്കൊരു വിഷയം ആവർത്തിച്ച് കേട്ടാൽ ഇഷ്ടപ്പെടുവോ? ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു സഭയിൽ ഒരു പാസ്റ്റർ ആദ്യം ചാർജ് എടുത്തു. ആദ്യത്തെ ഞായറാഴ്ച ഒരു പ്രസംഗം ചെയ്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, നല്ല പ്രസംഗം. പിരിഞ്ഞുപോയി. രണ്ടാമത്തെ ഞായറാഴ്ച വീണ്ടും വന്നു, പാസ്റ്റർ പ്രസംഗിക്കാൻ പുൾപിറ്റിൽ കയറി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അന്ന് പ്രസംഗിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച പ്രസംഗിച്ച അതേ വിഷയം തന്നെ. വിശ്വാസികൾ പലരും വിചാരിച്ചു ചിലപ്പം പാസ്റ്റർ മറന്നു പോയതായിരിക്കാം. മറവി ആർക്കും സംഭവിക്കാമല്ലോ. അവർ പിരിഞ്ഞുപോയി. മൂന്നാമത്തെ ഞായറാഴ്ച വീണ്ടും വന്നു, പാസ്റ്റർ പ്രസംഗിക്കാൻ കയറി. നിർഭാഗ്യവശാൽ അന്നും പ്രസംഗിച്ചത് കഴിഞ്ഞ 2 ഞായറാഴ്ച പ്രസംഗിച്ച അതേ സബ്ജക്റ്റ് തന്നെ. ഉടനെ കമ്മിറ്റിക്കാരിൽ 1-2 പേര് അടുത്ത് വന്നേച്ച് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ നന്നായി പ്രസംഗിക്കും, പക്ഷേ ഈ വന്ന ദിവസം മുതൽ ഈ 3 ഞായറാഴ്ചയും പ്രസംഗിച്ചത് ഒറ്റ വിഷയമാണ്. അതുകൊണ്ട് അടുത്ത ഞായറാഴ്ചയെങ്കിലും വിഷയം ഒന്ന് മാറ്റി പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു ഒക്കത്തില്ലെന്ന് പറഞ്ഞു. അയ്യോ, അതെന്നാ കാര്യം ചോദിച്ചു. ഞാൻ 1-ാമത്തെ ഞായറാഴ്ച പ്രസംഗിച്ചിട്ട് ഞാൻ നോക്കി, ഈ പ്രസംഗം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വന്നു എന്ന്. നിങ്ങൾ ഒരു വ്യത്യാസവും കണ്ടില്ല. അതുകൊണ്ടാണ് 2-ാമത്തെ ഞായറാഴ്ച വീണ്ടും പ്രസംഗിച്ച്. അന്ന് ഞാൻ നോക്കി എന്തെങ്കിലും വ്യതിയാനം നിങ്ങൾക്ക് വന്നു വന്നു, ഒരു വ്യത്യാസവും വന്നില്ല. അതുകൊണ്ടാണ് 3-ാമത്തെ ഞായറാഴ്ച വീണ്ടും പ്രസംഗിച്ച്. ഇന്നും നിങ്ങളിൽ ഒരു മാനസാന്തരവും ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഈ പ്രസംഗം കൊണ്ട് നിങ്ങൾ എന്ന് മാനസാന്തരപ്പെടുന്നു അന്ന് ഞാൻ എൻ്റെ വിഷയം മാറ്റുമെന്ന് പറഞ്ഞു. എന്തിനാ ദൈവമക്കളെ ഒത്തിരി കേൾക്കുന്നേ? കേൾക്കുന്നതിനകത്ത് നമുക്കൊരു വ്യത്യാസം വേണം. ഇന്ന് പകൽ എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? ഇന്നൊരു പകൽക്കാലം കേൾക്കുന്നതിനകത്ത് എൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകണം, ഒരു മാനസാന്തരം ഉണ്ടാകണം. ഈ പുസ്തകത്തിൽ 2 മാനസാന്തരമാണ് നടക്കുന്നത്. ഒന്ന് യോനായുടെ മാനസാന്തരം, അനുസരണക്കേട് കാണിച്ച യോനായെ ദൈവം മാനസാന്തരപ്പെടുത്തുക. മറ്റൊന്ന് നിനവെ നിവാസികളുടെ മാനസാന്തരം. ഞാൻ ഓർക്കാറുണ്ട്, ഈ യോനായെ മാനസാന്തരപ്പെടുത്താൻ തമ്പുരാൻ ഏതെല്ലാം പ്രോസസ്സ് ഉപയോഗിച്ചെന്നറിയാമോ? അനുസരണക്കേട് കാണിച്ച് നിനവയിലേക്ക് പോകാൻ പറഞ്ഞ് യോന കപ്പൽ കൂലി കൊടുത്ത് തർശീസിലേക്കുള്ള കപ്പൽ കയറി. തമ്പുരാൻ എന്ത് ചെയ്തു? കയറിയ കപ്പലിനെ കുലുക്കി പ്രോസസ്സ് ആരംഭിക്കുക. എന്നിട്ട് യോനായെ എടുത്ത് വെള്ളത്തിലോട്ട് എറിഞ്ഞു. ദൈവം യോനായെ വിഴുങ്ങാൻ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയെന്ന തമ്പുരാനാ കൽപ്പിച്ചാക്കിയത്. അത് എവിടെ യോനായെ എറിഞ്ഞോ കൃത്യം അതേ സ്ഥാനത്ത് തന്നെ ആ സ്പോട്ടിൽ വാ വിളിച്ച് നിൽക്കുകയാണ്. ആ യോനായോട് തിമിംഗലത്തോട് പറഞ്ഞു, നിനവെ പോയി ഛർദ്ദിക്കാൻ പറഞ്ഞു. എവിടാണോ യോനയ്ക്ക് പോകേണ്ടത് അവിടെ തന്നെ പോയേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് എന്നെക്കുറിച്ചും സാജൻ പാസ്റ്ററെക്കുറിച്ചും നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ഓരോ പ്ലാനുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എവിടെ പ്രവർത്തിക്കണമെന്ന് തമ്പുരാന് എന്നെ സംബന്ധിച്ച് നിശ്ചയമുണ്ട്. നമ്മളെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അല്ലെങ്കിൽ ഓരോരുത്തരെയും സംബന്ധിച്ച് വ്യത്യസ്തമാണ്. യോനായെ, നിനക്ക് എവിടെങ്കിലും പോകാൻ പറ്റത്തില്ല, നീ നിനവെ തന്നെ പോകണം. സ്തോത്രം, ഹല്ലേലൂയ. എലിയാവേ, അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. നിനക്ക് സൗകര്യമുള്ളിടത്ത് പോയാൽ കാക്ക വരത്തില്ല, കെരീത്ത് തോട്ടിന് അരികെ തന്നെ നീ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കി, യോനായെ മാനസാന്തരപ്പെടുത്താൻ തമ്പുരാൻ ഒരു പ്രോസസ്. അതിൽ തിമിംഗലത്തോട് നിനവെ ഛർദ്ദിക്കാൻ പറഞ്ഞു. ആ യോനായ്ക്ക് വേണ്ടി ഒരു ആവണക്കിനെ കൽപ്പിച്ചു. ആ യോനായ്ക്ക് വേണ്ടി ഒരു കിഴക്കൻ കാറ്റിനെ കൽപ്പിച്ചു. ആ യോനായ്ക്ക് വേണ്ടി തന്നെ ആവണക്കിനെ തൻ്റെ പുഴുവിനെ കൽപ്പിച്ചു. ഇതല്ല യോനായ്ക്ക് വേണ്ടിയായിരുന്നു. ഞാൻ ഓർക്കുക, ഒരു യോനാനുസരണക്കേട് കാണിച്ചാൽ തമ്പുരാൻ എത്ര യോനാമാരെ വേണം? ഇല്ല. നാം എന്ന ഒരൊറ്റ വ്യക്തിയും ദൈവത്തിന് ആവശ്യമാണ്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? ഞാൻ എന്ന ഒറ്റ വ്യക്തി ദൈവത്തിന് നിസാരക്കാരനല്ല. ലോകത്തിൽ കോടിക്കണക്കിന് ജനമുണ്ട്, ലക്ഷക്കണക്കിന് ജനമുണ്ട്. പക്ഷെ ഞാൻ ദൈവത്തിന് പ്രധാനിയാണ്, ഞാൻ ദൈവത്തിന് വലിയവനാണ്, ഞാൻ ദൈവത്തിന് വിലയേറിയവനാണ്. ഹല്ലേലൂയ. യോനായെ, നിന്നെ എനിക്ക് ആവശ്യമാണ്. നീ മാനസാന്തരപ്പെടണം, നിലവേക്കാരും മാനസാന്തരപ്പെടണം. സ്തോത്രം. ഈ യോന നല്ലവനെന്ന് ഞാൻ പറയാൻ കാര്യം, യോനായ്ക്ക് ദൈവത്തെക്കുറിച്ച് ലഭിച്ച വെളിപ്പാടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്തുവാ ദൈവത്തെക്കുറിച്ച് ലഭിച്ച വെളിപ്പാടെന്ന് അറിയാമോ? യോന ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, നിന്നെ എൻ്റെ ദേശത്ത് വെച്ചേ എനിക്കറിയാം, നീ ആരാന്ന്.
നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുള്ള ദൈവമാണ്. ഇതാണ് യോനയ്ക്ക് ദൈവത്തെക്കുറിച്ചുള്ള ലഭിച്ച വെളിപ്പാട്. ഇന്ന് പകല് ദൈവമക്കളെ, നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവം കൃപയുള്ള ദൈവമാണ്, നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ്, നമ്മുടെ ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണ്, നമ്മുടെ ദൈവം മഹാദയുള്ള ദൈവമാണ്. ഇന്ന് പകൽക്കാൽ അംഗീകരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. യോനായ ദൈവം നിനവയിൽ എത്തിച്ചു. അങ്ങനെ ഒരു ദിവസം വഴിദൂരം ചെന്ന് നിനവേക്കാരോട് ഒരു ദൂതൊക്കെ പറഞ്ഞു. ഒരു ദൂത് പറഞ്ഞു കഴിഞ്ഞ് യോന വിചാരിച്ചത് ഈ മാനസാന്തരത്തിൻ്റെ ദൂത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ തമ്പുരാൻ ഇവരെ അങ്ങനെ ന്യായം വിധിക്കുമെന്നാ. പക്ഷെ തമ്പുരാൻ അത് ചെയ്തില്ല. നിനവേക്കാർ മാനസാന്തരപ്പെട്ടപ്പോൾ തമ്പുരാൻ മനസ്സങ്ങ് മാറ്റി. ഇതാ എൻ്റെ ദൈവം. നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ ദൈവം നമ്മുടെ മനസ്സ് മാറ്റുമെന്ന്. കാരണം നമ്മുടെ ദൈവം സ്നേഹവാനായ ദൈവമാണ്. കോപിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, നമ്മളെ ന്യായം വിധിച്ച് നശിപ്പിക്കാനുള്ള ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. വേദപുസ്തകത്തിലെ എൻ്റെ ദൈവം ക്രൂശിലെ സ്നേഹം, മനുഷ്യരെ സ്നേഹിക്കുന്നതാണ്, മനുഷ്യരെ രക്ഷിക്കുന്നതാണ്. നിനവേക്കാർ മാനസാന്തരപ്പെടാൻ തുടങ്ങിയപ്പോൾ ഉടനെയാണ് യോന പറഞ്ഞത്, ഹല്ലേലൂയ എനിക്ക് നിന്നെ നേരത്തെ അറിയാം, നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുള്ള ദൈവമാണ്. യോനയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. യോന ദൈവത്തോട് മത്സരിച്ച് കോപിച്ച്, തമ്പുരാനെ നീ എന്തുവാ ചെയ്തെന്നും പറഞ്ഞ് മരുഭൂമിയിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുമ്പം തമ്പുരാൻ വിചാരിച്ചു, പാവമല്ലേ, അത് മരുഭൂമി, ആകെ ശരീരവും മനസ്സും ഒക്കെ ചൂട് പിടിച്ചിരിക്കുക, ഒരു തണൽ ആകട്ടെ എന്ന് വിചാരിച്ചൊരു ആവണക്കിനെ അങ്ങ് കൽപ്പിച്ചാക്കി. ഇനി ആവണപ്പിൻ്റെ തണൽ ഉയർന്നു പൊങ്ങിയപ്പോൾ അതിൻ്റെ അടിയിലിരുന്ന യോനായ ആവണക്ക് നിമിത്തം നിറച്ചു പറഞ്ഞ് അത്യന്തം സന്തോഷിച്ചു. ഉടനെ തമ്പുരാൻ വിചാരിച്ചു, ഈ ആവണക്കത്തിൻ്റെ തണൽ ഇവിടെ നിൽക്കുന്നിടത്തോളം യോന ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് തമ്പുരാൻ ചിന്തിച്ചു, ഈ ആവണക്കിനെ ഉണക്കിയെങ്കിൽ മാത്രമേ യോനായെ എഴുന്നേൽപ്പിക്കാൻ പറ്റൂ ലക്ഷ്യത്തിലേക്ക്. തമ്പുരാൻ അടുത്ത ദിവസം ഒരു പുഴുവിനെ അങ്ങ് കൽപ്പിച്ചാക്കി. ആവണക്ക് ഉണങ്ങിയ നിമിത്തം യോന എന്ത് ചെയ്തു? ദൈവത്തോട് കോപിക്കുക, അരിശം മൂക്കുകയാണ്. ദൈവമേ, നീ എന്തുവായി ചെയ്യുന്നത്? നീ എന്തായി ചെയ്തത്? ആകെ കൂടെ അവൻ അസ്വസ്ഥനായി. ഇന്ന് പകലിനെ കേൾക്കുന്ന ദൈവമക്കളെ, തമ്പുരാൻ തന്ന സകല ആവണക്കിനായിട്ട് സ്തോത്രം ചെയ്യണം. പക്ഷെ ഈ ആവണക്ക് ദൈവം നിനക്ക് തന്നത് എന്നിവിടെ ഇരിക്കാനല്ല, എന്നിവിടെ ഇരിക്കാനല്ല. ആവണക്കിന്റെ തണലിനായി സ്തോത്രം. പക്ഷേ ആവണക്കിന്റെ തണലിൽ നീ എന്ന് പിരിക്കാനല്ല. ഇന്ന് പകൽ ദൈവം നിനക്ക് തന്ന അത് എല്ലാ തണലിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എൻ്റെ ആരോഗ്യം അത് ദൈവത്തിന്റെ ദാനമാണ്, എൻ്റെ ആയുസ് ദൈവത്തിന്റെ ദാനമാണ്, എൻ്റെ വീട് ദൈവത്തിന്റെ ദാനമാണ്, എൻ്റെ ജോലി ദൈവത്തിന്റെ ദാനമാണ്, എൻ്റെ വാഹനം ദൈവത്തിന്റെ ദാനമാണ്. പക്ഷേ ഈ തണല് അല്ലെങ്കിൽ എന്നെ ഇവിടെ ഇരുത്താനല്ല, അല്ലെങ്കിൽ ഇതൊരു താൽക്കാലിക തണലാണ്. ഇതിനപ്പുറം ഒരു ലക്ഷ്യമുണ്ട്, ഒരു ദൗത്യമുണ്ട് കേട്ടോ. ആ ദൗത്യ നിർവഹണത്തിന്റെ പാതയിൽ ദൈവം നിനക്ക് തന്ന ഒരു എൻകറേജ്മെന്റ് മാത്രമാണ് ഈ തണലെന്ന് ഓർത്ത് സ്തോത്രം ചെയ്യണം. പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്ത, ഇവിടെ ഞാനും നിങ്ങളും അനുഭവിക്കുന്നതൊക്കെ എൻ്റെ കഴിവ് കൊണ്ട് നേടിയെന്ന. ഇവിടെ ക്ലെയിം ചെയ്യാൻ നമുക്ക് എന്തുണ്ട് ദൈവമക്കളെ? എൻ്റെ റൈറ്റ്സ് എന്ന് പറയാൻ എനിക്ക് എന്താ ഇവിടെ ഉള്ളേ? എൻ്റെ റൈറ്റ്സ് എന്ന് പറയാൻ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ്റെ ദാനമാണ്. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ സ്തോത്രം പറഞ്ഞ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അധികം ആളുകൾ വിദേശത്തൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ആദ്യം വിദേശത്തൊരു ജോലി കിട്ടി. എന്നിട്ട് ആദ്യത്തെ വെക്കേഷൻ നാട്ടിൽ ചെന്നപ്പം തൻ്റെ അയൽവക്കത്ത് താമസിക്കുന്ന ഒരു സാധു മനുഷ്യനെ വിളിച്ച് അന്നത്തെ കാലത്ത് ഒരു 500 രൂപ ഗിഫ്റ്റായിട്ട് കൊടുത്തു. അതൊരു വലിയ തുകയാണ് അന്നത്തെ കാലത്ത്. അദ്ദേഹം അത് വാങ്ങി സന്തോഷത്തോടെ പോയി. ഇദ്ദേഹം അവധി കഴിഞ്ഞ് തിരിച്ചു വന്നു. രണ്ടാമത്തെ വെക്കേഷന് വീണ്ടും നാട്ടിൽ ചെന്നപ്പോൾ ഈ പഴയ സാധു മനുഷ്യൻ സന്ദർശിക്കാൻ ഇങ്ങോട്ട് വന്നു. ഈ പ്രാവശ്യം പേഴ്സ് തുറന്നൊരു 300 രൂപ എടുത്ത് കൊടുത്തു. ഉടനെ അയക്ക് അല്പം വിഷമം തോന്നി. ആദ്യം വന്നപ്പോൾ എത്ര കിട്ടി? 500. ഇപ്പം വന്നപ്പോൾ അത് 300 കുറഞ്ഞു. എങ്കിലും ചോദിക്കാനൊക്കെ അല്ലല്ലോ, വാങ്ങിക്കൊണ്ട് പോയി. ഇയാൾ അവധി കഴിഞ്ഞ് വന്നു. വീണ്ടും മൂന്നാമത്തെ വെക്കേഷന് നാട്ടിൽ ചെന്നപ്പം പഴയ സാധു മനുഷ്യൻ പതിവ് പോലെ സന്ദർശിക്കാൻ വേണം. ഈ പ്രാവശ്യം പേഴ്സ് തുറന്നൊരു 100 രൂപ എടുത്ത് കൊടുത്തു. ഉടനെ അയാൾ വിചാരിച്ച് ഈ പ്രാവശ്യം ഞാനിതൊന്നും ചോദിക്കാതെ വിടത്തില്ല. അയാൾ വന്ന് പറഞ്ഞു, സ്നേഹിത, എനിക്കൊരു കാര്യം അറിയാനുണ്ട്. എന്തുവാ ചോദിച്ചാട്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ആദ്യം വന്നപ്പോൾ എനിക്ക് 500 രൂപ തന്നു, പിന്നെ അത് 300 രണ്ടാമത് വന്നപ്പം കുറഞ്ഞു. അന്നും ഞാനൊന്നും ചോദിച്ചില്ല. ഇപ്പം വീണ്ടും ഇത് 100 കുറഞ്ഞിരിക്കുന്നു. ഈ തുക ഇങ്ങനെ കുറഞ്ഞ് വന്നതിലെ കാര്യമൊന്നും അറിഞ്ഞേക്കൊള്ളാം. ഉടനെ അയാൾ പറഞ്ഞു, ആദ്യം വന്നപ്പം ഞാനൊരു സന്തോഷത്തിന് തന്നതാണ്, പിന്നെ ഞാനൊരു വീടൊക്കെ വെക്കാൻ തുടങ്ങി, ഒരു വിവാഹമൊക്കെ കഴിച്ച് എനിക്ക് ആവശ്യം കൂടി വന്നതുകൊണ്ടാണ് തുക കുറഞ്ഞു പോയത്. ഉടനെ ഈ സാധു മനുഷ്യൻ ചോദിച്ച ചോദ്യം എന്നെ അത്ഭുതപ്പെടുത്തത്. അയാൾ ചോദിച്ച എന്നാണെന്നറിയാമോ? അപ്പം എൻ്റെ കാശ് എടുത്തുകൊണ്ട് വേണോ നിൻ്റെ വീട്ടുകാര്യങ്ങൾ നടത്താൻ? ഇതാ അയാൾ ചോദിച്ചേ. പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, പലപ്പോഴും നമ്മൾ പരസ്യമായി ദൈവത്തോട് ഇങ്ങനെ ചോദിക്കുന്നൊന്നുമില്ലെന്നുള്ള സത്യമാണ്. പക്ഷെ നമ്മുടെയൊക്കെ ചിന്ത ഇതെല്ലാം എൻ്റെ റൈറ്റ്സ് എന്നുള്ളതാണ്.
ഇവിടെ ഒന്നും എൻ്റേതെന്ന് പറയാനില്ല ദൈവമക്കളെ. ലഭിച്ചതല്ലാതെ നേടിയെന്ന് പറയാനൊന്നുമില്ല. ലഭിച്ച സകലത്തിനായി സ്തോത്രം ചെയ്യണം. എന്തിനാ ഈ ആവണക്കിന്റെ തണല് തമ്പുരാൻ നിനക്ക് തന്നിരിക്കുന്നത്? ഇത് നാളെ ഉണങ്ങിപ്പോകും കേട്ടോ. ഇത് എന്നും നിൽക്കുന്ന തണലല്ല, ഇത് വാടിപ്പോകും. നിനക്കൊരു ദൗത്യം നിർവഹിക്കാനുണ്ട്. ഇതിന്റെ കീഴിൽ അല്പം ഒന്ന് ആശ്വസിച്ച് ബലപ്പെടാൻ തന്ന തണലാണിത്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? കര ഉയർത്തി ശക്തമായൊരു സ്തോത്രം പറഞ്ഞ്. ഒരു പുഴുവിനെ കൊണ്ട് യോനായെ എഴുന്നേൽപ്പിക്കാൻ ദൈവം ആവണക്കിനെ കുത്തിക്കളഞ്ഞു. ഉടനെ ആകെ അസ്വസ്ഥനായി കോപിച്ച് ക്രുദ്ധനായ യോനായോട് തമ്പുരാൻ ആ സാഹചര്യത്തിൽ ചോദിച്ച ചോദ്യമാണ് നമ്മൾ വായിച്ചത്. യോനായെ, നിന്റെ ഭാരം, നിന്റെ കൺസേൺ ഇന്നലെ ഉണ്ടായി വന്ന് ഇന്ന് ഉണങ്ങിപ്പോയ ആവണക്ക. പക്ഷെ എൻ്റെ കൺസേൺ ഇതല്ല, നശിച്ചു പോകുന്ന നിനവയിലെ ജനമാണ്. നിന്റെ പ്രയോറിറ്റി ഇന്നലെ ഉണ്ടായി വന്ന് ഇന്ന് ഉണങ്ങിപ്പോയ ആവണക്ക. എൻ്റെ പ്രയോറിറ്റി ഇടം കൈയും വലം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാതെ നശിക്കുന്ന ജനമാണ്. ഇന്ന് പകല് ദൈവമക്കളെ, എന്തുവാണ് നമ്മുടെ പ്രയോറിറ്റി? എന്തുവാണ് നമ്മുടെ കൺസേൺ? ആവണക്കിന് തണലാണോ അതോ നശിച്ചു പോകുന്ന ജനമാണോ? What shall it profit a man if he shall gain the whole world and lose his soul? ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും ഒരാത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഇന്ന് പകല് ദൈവമക്കളെ, നമ്മുടെ കൺസേൺ എന്തുവാണ് ദൈവമക്കളെ? നമ്മളൊന്ന് എഴുന്നേറ്റേ പറ്റൂ. ഹല്ലേലൂയ. ഞാൻ കേട്ടു, റിക് വാരൻ ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. ദ പർപ്പസ് ഡ്രൈവൺ ചർച്ച്, ദ പർപ്പസ് ഡ്രൈവൺ ലൈഫ്. അനുഗ്രഹിക്കപ്പെട്ട, ലോകത്തെ സ്വാധീനിച്ച 2 പുസ്തകങ്ങൾ, ഒത്തിരി പുസ്തകങ്ങളത്തെ എഴുതിയിട്ടുണ്ട്, 2 പുസ്തകങ്ങൾ. റിക് വാരൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ച് കേട്ടത്, 60-ൽ പരം വർഷങ്ങൾ കർത്തൃവേലയിൽ അധ്വാനിച്ചൊരു സുവിശേഷകനാണ് റിക് വാരൻ്റെ പിതാവ്. അദ്ദേഹം വയോവൃദ്ധനായി മരിക്കാൻ കിടക്കുകയാണ്. നല്ല സുബോധം അപ്പോഴും ഉണ്ട്. റിക് വാരനടക്കം തൻ്റെ 4 സഹോദരങ്ങൾ ആ കിടക്കയ്ക്കരികെ, ഡാഡിയുടെ കിടക്കയ്ക്കരികെ നിൽക്കുമ്പം റിക് വാരൻ്റെ സഹോദരൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഡാഡിയോട്. ഡാഡി, ലെറ്റ് മീ ആസ്ക് വൺ ക്വസ്റ്റ്യൻ, ഡു യു ഹാവ് എനി മോർ വിഷസ്? മക്കളാകുന്ന ഞങ്ങൾ സാധിച്ചു തരേണ്ട അവസാനത്തെ ഒരാഗ്രഹം ഡാഡിക്ക് പറയാനുണ്ടോ? അതിന് ഗദ്ഗത ശബ്ദത്തോടെ ഈ അപ്പൻ ഈ മകൻ്റെ ചോദ്യത്തിന് കൊടുത്ത മറുപടി ഇതാണ്: ഡിയർ സൺ, ഐ ഹാവ് എ ഡിസയർ, വൺ മോർ സോൾ ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. എനിക്കൊരാഗ്രഹം കൂടി കണ്ണടയുന്നതിന് മുമ്പുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഒരാത്മാവിനെ കൂടെ ദൈവരാജ്യത്തിന് വേണ്ടി. ഇന്ന് പകല് ദൈവമക്കളെ, റിക് വാരന്റെ പിതാവ് കണ്ണടയുന്നതിന് മുൻപ് ആഗ്രഹിച്ച കാര്യം ഒരാത്മാവിനെ കൂടെ ദൈവരാജ്യത്തിന് വേണ്ടി. ഇന്ന് പകല് നമ്മളെ കർത്താവ് എന്തിനെവിടെ കൊണ്ടുവന്നേ? നമ്മൾ മാത്രം ഇവിടെ ഇരിക്കാനല്ല, ഈ കസേര ഫുള്ള് നിറയണം. ഹല്ലേലൂയ, ആലയം മുഴുവൻ നിറയണം, നിറഞ്ഞ് കവിയണം. വേറൊരു ആരാധനാലയത്തിലേക്ക് പോകണം, വേറെ വിശാലതയിലേക്ക് പോകണം. എന്തിനാണ്? നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇടം കൈയും വലം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത ജനത്തെ കർത്താവിന് വേണ്ടി നേടാനാണ്. വിശ്വസിക്കുന്ന ദൈവമക്കളെ കര ഉയർത്തൊരു സ്തോത്രം പറഞ്ഞ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ഒരു വലിയ ദർശനം കഴിഞ്ഞ 13 വർഷം മുൻപ് എൻ്റെ ഹൃദയത്തിൽ ആളിക്കത്തിയതാണ്. ഞാൻ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് പോകാൻ കാരണം, കേരളത്തിൽ വളരെ നന്നായ രീതിയിൽ കർത്താവിൻ്റെ വേല ചെയ്ത ഞാൻ 2011 ഈ ദർശനം എൻ്റെ ജീവിതത്തിൽ കർത്താവ് നൽകി. വരാനൊരു സാഹചര്യം. ബാംഗ്ലൂരിൽ നിന്ന് ഏതാണ്ട് 580 കിലോമീറ്റർ നോർത്തിൽ ഡാൻഡലി എന്നൊരു കൊച്ചു പട്ടണമുണ്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ അറിയാം, മുഴുവൻ ഫോറസ്റ്റ് നിറഞ്ഞ കർണാടകയിലെ ഏറ്റവും വലിയ ജംഗിൾ നിറഞ്ഞ സ്ഥലമാണ്. ഞാനൊരു ദിവസം ഈ ഡാൻഡലി എന്ന സ്ഥലത്ത് ബസ്സയിൽ മറ്റൊരു ദൈവദാസനിലൂടെ വനത്തിന് നടുക്കൂടെ ബസ്സയിൽ യാത്ര ചെയ്യുമ്പോൾ ഓരോ 30-20 കിലോമീറ്റർ കഴിയുമ്പം ചെറിയ ചെറിയ ഗ്രാമങ്ങൾ വരെ 500-1000 ഒക്കെ ആളുകൾ പാർക്കുന്ന ഗ്രാമങ്ങൾ. ഞാൻ ഈ ദൈവദാസനോട് ചോദിച്ചു, എൻ്റെ അടുത്തിരുന്ന ദൈവദാസനോട് ചോദിച്ചു, ഇവിടെ ആരെങ്കിലും പ്രവർത്തിക്കുന്ന സുവിശേഷകരുണ്ടോ? ഉടനെ പാസ്റ്റർ എന്നോട് പറഞ്ഞത്, ഈ കാട്ടിനകത്ത് ആരാ പാസ്റ്ററെ സുവിശേഷവുമായിട്ട് വരുന്നേ? എൻ്റെ ഹൃദയത്തിനകത്തൊരു തീ ആളിക്കത്തി. ഞാൻ ആ ബസ്സിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനൊരു തീരുമാനമെടുത്തു, കർത്താവേ, നീ എന്നെ അയച്ചാൽ, എനിക്ക് അന്ന് ഭാഷ അറിയത്തില്ല, ഞാൻ ഇവിടെ വരാമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് കേരളത്തിൽ പോയി എൻ്റെ ഭാര്യയോട് ഈ വിഷയം ഷെയർ ചെയ്ത് ഞങ്ങൾ 1 വർഷം മുഴുവൻ പ്രാർത്ഥിച്ചു. ദൈവം തന്നെ ആ ദർശനത്തിൻ്റെ, ആഗ്രഹത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ സാക്ഷാത്കാരമായി 1 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം കേരളത്തിൽ നിന്ന് ഞങ്ങളെ കർണാടകയിലേക്ക് പറിച്ചു നട്ടു. ദൈവമക്കളെ, ഒരു അവിടുത്തുകാരനായി ലോക്കലായ ഒരു ദൈവദാസനെ ഞങ്ങൾക്ക് കർത്താവ് നൽകി തന്നു. ഡാൻഡലി എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ അദ്ദേഹത്തെ ആക്കി. ദൈവത്തിൻ്റെ കൃപയാൽ ആ ദൈവദാസൻ മുഖേന അനേക ആത്മാക്കൾ അവിടെ എഴുന്നേൽക്കാനിടയായി.
ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വിശ്വസ്തരായ ചില ദൈവദാസന്മാരെ ദൈവം ഞങ്ങൾക്ക് നൽകി. ഈ വനത്തിന് നടുക്കുള്ള പല ഗ്രാമങ്ങളിൽ പല ദൈവദാസന്മാരെ ആക്കുവാനും അവരെ എൻകറേജ് ചെയ്യാനും ദൈവം എന്നെ സഹായിച്ചു. കൃപയാൽ അനേക ആത്മാക്കളെ ദൈവം അവിടെ എഴുന്നേൽപ്പിച്ചു. അനേകരെ സ്നാനപ്പെടുത്താൻ ദൈവം കൃപ നൽകി. സിദ്ധി, കുനാബി, വൊക്കലിംഗ, ഗോണ്ട, ഗൗളി, അന്യഭാഷ പറഞ്ഞതല്ല, 5 ട്രൈബിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞ്. ഞങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലത്താണ്. സിദ്ധി, കുനാബി, വൊക്കലിംഗ, ഗോണ്ട, ഗൗളി 5 ട്രൈബാണ്. അതിൽ ഈ സിദ്ധി എന്ന് പറയുന്ന ട്രൈബ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ അറിയാം, ആഫ്രിക്കൻ വംശജരാ. 400 വർഷങ്ങൾക്ക് മുൻപ് പോർച്ചുഗീസുകാർ അടിമകളായി കൊണ്ടുവന്ന ആഫ്രിക്കക്കാരാ. അതാണ് സിദ്ധികൾ. ദൈവമക്കളെ, അതിലൊരു ദൈവദാസൻ എൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കർണാടകയിൽ ആ ഏരിയയിലാണ് സിദ്ധികൾ പാർക്കുന്നത്. കൃപയാൽ കഴിഞ്ഞ 13 വർഷമായി എഫദ മിനിസ്ട്രി എന്ന ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. 1-2 സ്ഥലത്ത് ഞങ്ങൾക്ക് ശക്തമായ എതിർപ്പുകളുണ്ട്. എങ്കിലും അതിൻ്റെ നടുവിലും 11 അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ 10 കർത്തൃദാസന്മാർ എൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഓർക്കുമ്പോൾ ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്ന 2 സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് വളരെ അത്യന്താപേക്ഷിതമായി ദൈവമക്കൾക്ക് ആരാധിക്കാൻ ഒരു സൗകര്യമില്ല. ഞാനൊരു സഞ്ജയ് എന്നൊരു ദൈവദാസൻ ഒരു ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നു. അവിടെ എതിർപ്പുകൾ വളരെ ശക്തമായിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ 5 പേരെ ഞങ്ങൾ വനത്തിന് നടുക്കൊരു ലേക്കിൽ കൊണ്ടുപോയി സ്നാനപ്പെടുത്തി. ഞങ്ങളറിയാതെ 2 പേര് ബൈക്ക് ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് ഗ്രാമത്തിൽ ഈ ദൈവദാസന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ദൈവമക്കളെ, ഞങ്ങൾ പ്രാർത്ഥിച്ചു. തമ്പുരാൻ ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? ആ ഗ്രാമത്തിലെ പ്രധാന മുഖ്യൻ്റെ ഭാര്യ രോഗിയായി കിടന്നു. ഞങ്ങളുടെ സഞ്ജയ് അവിടെ സന്ദർശിക്കാൻ ചെന്നു. അദ്ദേഹത്തിന് എവിടെ പോയാലും ശല്യങ്ങളാണ്. കൺവേർഷനാന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുകയായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. ദൈവം ഈ മാതാവിനെ രോഗിയായ മാതാവിനെ എഴുന്നേൽപ്പിച്ചു. പിന്നെ അവിടെ പ്രയാസങ്ങൾ മാറി. ആ മൂപ്പൻ പറഞ്ഞത്, നിനക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും എൻ്റെ അടുക്ക പറഞ്ഞോളാൻ പറഞ്ഞു. അദ്ദേഹം അറിയാതെ അവിടെ ഒരു കാര്യം നടക്കത്തില്ല. ദൈവമക്കളെ, അദ്ദേഹത്തിൻ്റെ കുടിലിൽ ഒരു 10-80 പേർ ആരാധനയ്ക്കായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറിയ കുടിലും കാലാവസ്ഥ നല്ലതാണെങ്കിൽ മരത്തിൻ്റെ ചുവട്ടിലുമാണ് ഞായറാഴ്ച ആരാധന നടക്കുന്നത്. ഞങ്ങൾക്കിതുപോലുള്ള 2 സ്ഥലങ്ങളിൽ അത്യന്താപേക്ഷിതമായ ഒരു സ്ഥലം വാങ്ങി ഒരു ആരാധനയ്ക്ക് ക്രമീകരണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവമക്കളെ, ഞാൻ എൻ്റെ സ്വന്തം ആവശ്യം ആരോടും പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. പക്ഷേ ഇതെൻ്റെ വ്യക്തിപരമായ കാര്യമല്ല, കർത്താവിൻ്റെ വേലയായതുകൊണ്ട് ഇത് ഞാൻ നിങ്ങളെ കൂടെ പരമേൽപ്പിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ ഈ പ്രവർത്തനത്തിന് ഒരു കൈത്താങ്ങ് തന്നാൽ ഒരുമിച്ച് നമുക്ക് ദൈവരാജ്യം പണിയാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ പ്രവർത്തനങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, ഹല്ലേലൂയ, ഇന്ന പകൽക്കാലം നമ്മുടെ ഹല്ലേലൂയ കൺസേൺ മാറി, നമ്മുടെ പ്രയോറിറ്റി മാറി. കർത്താവിന് വേണ്ടി ഈ സടകുടഞ്ഞ് എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇടം കൈയും വലം കൈയും തിരിച്ചറിഞ്ഞുകൂടാതെ ജനലക്ഷങ്ങൾ നശിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ ആത്മഭാരത്തോടെ ആവണക്കിൻ്റെ തണൽ വിട്ട് എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളേവരെയും സഹായിക്കട്ടെ. ഈ വചനത്തിന് മുമ്പിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. മേ ഗോഡ് ബ്ലസ് യു ത്രൂ ദിസ് വേർഡ്സ്. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനോടും കുടുംബത്തോടും സഭയോടും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.